തൃശൂരിലെ ദയനീയ പരാജയത്തിന് ശേഷം കെ മുരളീധരൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വട്ടിയൂർക്കാവിലാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത അവിടെ പത്മജ വേണുഗോപാൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. അങ്ങനെ വീണ്ടും ഒരു വലിയ തിരിച്ചടിയല്ലേ കെ മുരളീധരനെ കാത്തിരിക്കുന്നത്? അല്ല, മുരളീധരന് ഇവിടെ വളരെ അടുത്ത് നിൽക്കുകയായിരുന്നു ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. 2 തവണ വിജയിച്ച് ആ മണ്ഡലത്തെ അങ്ങ് കയ്യിലെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ആ മണ്ഡലവുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് വടകരയ്ക്ക് വണ്ടി കയറ്റി വിട്ടത്. വടകരയും കോഴിക്കോടും ഒക്കെ എന്ന് പറഞ്ഞാലും ഈ മുരളീധരന് നല്ല സ്വാധീനമുള്ള ഇടം. വടകരയിൽ എതിരിടുന്നത് ആരോടാണ്? 2019 പി ജയരാജനോടാണ്. ചില്ലറ കളിയാണോ? അവിടെ ചെന്ന് പിന്നെ 2019 പൊതുവെ ഒരു കോൺഗ്രസ് തരംഗം ഉണ്ട് കേരളത്തിൽ. കാരണം ശബരിമല, പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ചിലർ വെച്ചു പുലർത്തി. അതുകൊണ്ട് അതിൽ വിജയിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും വരെ കയറിപ്പോയത്. അപ്പോൾ അങ്ങനെ വടകരയിൽ നിന്ന് വിജയിച്ച് കഴിഞ്ഞ് പിന്നെ വടകരയിൽ ഇതുപോലെ മുരളീധരൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്കാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? നമ്മുടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നും പറഞ്ഞ്. അവിടെ അന്ന് ശിവൻകുട്ടി ജയിച്ചത് വെറും 4000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 2011 നിയമമണ്ഡലം രൂപീകൃതമാകുന്നത്. അന്ന് CPM-ന് 6000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പം വലിയ ത്രികോണ മത്സരമായി, നിയമത്തേക്ക് മാത്രമായി ജനശ്രദ്ധ മുഴുവൻ. അങ്ങനെ മുരളീധരൻ തോൽപ്പിച്ചു, BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് വന്ന് വീണ്ടും വടകരയിൽ അങ്ങനെ സ്ഥാനം ഉറപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. 24-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തുടരും വടകരയിൽ തന്നെ. പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പിടിച്ചു കൊണ്ടുവന്ന് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടല്ല തുറക്കാതിരിക്കാൻ വേണ്ടി പാർലമെൻറ്റിലേക്ക് പിന്നെ സുരേഷ് ഗോപിക്കെതിരെ നിർത്തിയത്. പക്ഷേ അവിടെ ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിരുന്നു. കാരണം സുരേഷ് ഗോപി 70,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അവിടെ പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മുരളീധരൻ അങ്ങനെ ആകെക്കൂടെ പിന്നെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ മുരളീധരനെ തകർക്കാൻ ഹൈക്കമാൻഡ് ചിലരൊക്കെ, AC വേണുഗോപാലിനെ പോലുള്ളവരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി BJPയിൽ പോയതും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയല്ലേ? തിരിച്ചടി ഉണ്ടാക്കി. പത്മജ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മുരളീധരനും BJPയിലേക്ക് വരും. ശരിയായിരിക്കും. കണക്ക് കൂട്ടുമ്പം അധികം ദൂരെ അല്ലാതെ നമുക്കത് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ പത്മജ വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത്. വട്ടിയൂർക്കാവിൽ ജയം ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലമാണ് BJPക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ 1-ാം സ്ഥാനത്തേക്ക് വന്ന ഇടമാണ്. മുമ്പ് ഒക്കെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ CPM 3-ാം സ്ഥാനത്ത് പോയതാണ്, TNCമയൊക്കെ. ഇപ്പോൾ ഈ മുരളീധരൻ പോയതിന് ശേഷമാണ് VK പ്രശാന്ത് വന്നത്. അന്ന് VK പ്രശാന്ത് നഗരസഭ മേയറാണ്. മേയർ ബ്രോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വിശേഷണത്തോടു കൂടി കൊണ്ടുവന്ന് അവിടെ നിർത്തി അങ്ങ് വിജയിച്ചു. പക്ഷേ പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. കാരണം കടകംപള്ളിക്ക് സീറ്റ് കിട്ടില്ല. പ്രശാന്തിനെ നിർത്തുന്നതെന്ന് ചോദിച്ചാൽ പ്രശാന്ത് കഴക്കൂട്ടംകാരനാണ്. അപ്പോൾ അവിടെ മുരളീധരൻ BJPയിൽ നിന്ന് മത്സരിക്കും. മുരളീധരനോട് എതിർക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആണ്. കോൺഗ്രസിൽ നിന്ന് JS അഖിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വട്ടിയൂർക്കാവിൽ പത്മജ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മജയെ, കാരണം BJPയുടെ എല്ലാ അക്കൗണ്ടും പിന്നെ BJPയെ എതിരിടാൻ പറ്റിയ ആൾ മുരളീധരനാണെന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മുരളീധരനും പത്മജയും കൂടെ അവിടെ ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ മുരളീധരൻ ഇടയ്ക്കൊന്നങ്ങ് പിൻവലിഞ്ഞു കേട്ടോ വട്ടിയൂർക്കാവിൽ നിന്ന്. കാരണം തന്നെ അവിടെ കൊണ്ടു നിർത്തി തോൽപ്പിക്കാനായിരിക്കും എന്ന് മുരളീധരൻ മനസ്സിലാക്കി. കാരണം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുരളീധരൻ മന്ത്രിസ്ഥാനം അർഹനാണ്. മുരളീധരന് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കാനും യോഗ്യൻ തന്നെയാണ്. അപ്പോൾ മുരളീധരനെ ഒതുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇടയ്ക്ക് മുരളീധരനെ ഈ തരൂരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം തരൂരെ പിന്നെ തിരുവനന്തപുരത്തെ ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കത്തില്ല, തരൂരിന് തിരുവനന്തപുരത്തേക്ക് പ്രവേശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരൂരിനെ വിമർശിച്ചതിൽ കൂടുതലും മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. അപ്പോൾ തരൂര് കോൺഗ്രസ് വിട്ടുപോയാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അങ്ങനെ അവിടെ മത്സരിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് മുരളീധരന് ഉള്ളത്. കാരണം അതിൽ എന്തായാലും കോൺഗ്രസ് വലിയ അഭിമാന പോരാട്ടമായിട്ട് എടുക്കും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോവുകയാണെങ്കിൽ. തൃശ്ശൂരിൽ ഒരു MP ഉണ്ടായിരുന്നതാണ്. ആ MPയെ മാറ്റിയിട്ടാണ് മുരളീധരനെ മത്സരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കാലുവാരി തോൽപ്പിച്ചു. അങ്ങനെ ഒരു രീതി തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിലേക്കാണ് മിക്കവാറും പോകുന്നത്. പക്ഷെ അവിടെ ഒരു ഇലക്ഷൻ നിയന്ത്രിക്കാൻ പോകുന്ന പാലോട് രവിയെ പോലുള്ള നേതാക്കളായിരിക്കും. അതെ അതെ. ഈ തൃശ്ശൂരിൽ ഒരു അബദ്ധം പറ്റിയത് കോൺഗ്രസ്സുകാർക്ക് ഈ TN പ്രതാപനായിരുന്നല്ലോ അവിടെ MP അല്ലേ. അത് പ്രതാപനെ കുറിച്ച് അവിടെ വലിയ പിന്നെ മതിപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സുരേഷ് ഗോപി അവിടെ തോറ്റു കഴിഞ്ഞിട്ടും അവിടെ മണ്ഡലം കേന്ദ്രീകരിച്ചങ്ങ് നിൽക്കുകയായിരുന്നല്ലോ ചെയ്തത്. പിന്നെ കരുവന്നൂരും എല്ലാം കൂടി വന്നപ്പോൾ അവർക്ക് അനുകൂല ഘടകമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ TN പ്രതാപൻ ഇനിയിപ്പോൾ 2026 കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീരദേശ മേഖല കൂടിയാണ്. അവിടെ നിന്നുള്ള ആ വിഭാഗക്കാരുടെ വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. അപ്പോൾ എന്തായാലും വട്ടിയൂർക്കാവിൽ വന്നിട്ട് വട്ടിയൂർക്കാവിൽ പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ഒന്നുകിൽ പത്മജ, അല്ലെന്നുണ്ടെങ്കിൽ ശ്രീലേഖ IPS. പിന്നീട് ശ്രീലേഖയ്ക്ക് ഇപ്പോൾ പാർട്ടി ചുമതലയൊക്കെ നൽകിയിട്ടുണ്ട്. കൃഷ്ണകുമാറിൻ്റെ പേരും പറയുന്നുണ്ട്. ഈ 3 പേരുടെ പേരുകളാണ് നിൽക്കുന്നത്. ഇതിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്മജ വേണുഗോപാലിൻ്റെ പേരാണ്. പത്മജ അവിടെ കാരണം ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോഴും തിരുവനന്തപുരം നഗര ഹൃദയത്തിലുള്ള മണ്ഡലം തന്നെയാണ്. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് എന്നായിരുന്നു തിരിച്ചത്. അപ്പോൾ അത് പിന്നെ എല്ലാം പുനർനിർണയം നടത്തിക്കഴിഞ്ഞാണ് ഇത്തരത്തിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം എന്ന രീതിയിൽ മാറ്റിയത്. അപ്പോൾ ഇവിടെ ഈ നായർ വിഭാഗത്തിൻ്റെ വോട്ടും ധാരാളമുണ്ട് വട്ടിയൂർക്കാവിൽ. പിന്നെ ഈ VK പ്രശാന്ത് നേടിയിട്ടുള്ള ഒരു ജനസമ്മതി അവിടെ മറികടക്കണം എന്നുള്ളതാണ്. ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് പിന്നാലെയാണ് അവിടെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ പത്മജ വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായും അത്തരം നീക്കം വീണ്ടും കോൺഗ്രസ് നടപ്പിലാക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പത്മജ മത്സരിക്കുകയാണെങ്കിൽ എതിരിടാൻ മുരളീധരനെ തന്നെ ഇറക്കുമല്ലോ. മുരളീധരനെ തന്നെ ഇറക്കും. അത് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു തന്ത്രം തന്നെ ആയിരിക്കും അവിടെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ BJPയെ അങ്ങ് പരാജയപ്പെടുത്താമെന്നൊന്നും കരുതണ്ട. കാരണം നേമം പോലെ അല്ല, വട്ടിയൂർക്കാവിൽ വിജയം ഉറപ്പാക്കിയിട്ടുള്ള ഒരിടമാണ്. നമ്മളെ ഇവിടെ കുമ്മനം രാജശേഖരൻ മത്സരിച്ചിട്ടുള്ളതാണ്. കുമ്മനത്തെ ഇത്തവണ ആറന്മുളയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുടുംബത്തിൽ നിന്നുള്ള 2 പേർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലായിരിക്കും പോവുക. അത് ഇനി അവിടെ മുരളീധരന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് മുരളീധരൻ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും നമുക്ക് അറിയേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.